അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട 6-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫിഖ്ഹിലെ 4-ാമത്തെ ചാപ്റ്ററാണ്. 4-ാമത്തെ പാഠം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കാലം ഒരുപാട് നിസ്കാരങ്ങളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. ഫർദ് നിസ്കാരങ്ങൾ 5, അതുപോലെ മയ്യത്ത് നിസ്കാരം, പെരുന്നാൾ നിസ്കാരം, ദുഹാ നിസ്കാരമൊക്കെ, അതുപോലെ തസ്ബീഹ് നിസ്കാരം. അതേപോലെ രണ്ട് നിസ്കാരങ്ങളാണ് വിത്ർ നിസ്കാരവും തഹജ്ജുദ് നിസ്കാരവും. രണ്ട് സുന്നത്ത് നിസ്കാരങ്ങളാണ് ട്ടോ. വിത്ർ നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ 4-ാം പാഠത്തിന്റെ ഹെഡിങ് നോക്കുക. സ്വലാത്തുൽ വിത്രി വത്തഹജ്ജുദി, അഥവാ വിത്ർ നിസ്കാരവും തഹജ്ജുദ് നിസ്കാരവും. അതാണ് നമ്മുടെ ചാപ്റ്റർ ട്ടോ. രാത്രിയിലെ രണ്ട് സുന്നത്ത് നിസ്കാരങ്ങളാണ് വിത്റും തഹജ്ജുദും. അപ്പൊ രാത്രി നിസ്കരിക്കേണ്ട രണ്ട് സുന്നത്ത് നിസ്കാരമാണ് ഏത്? വിത്ർ നിസ്കാരവും തഹജ്ജുദ് നിസ്കാരവും. റവാത്തിബ് നിസ്കാരങ്ങളെക്കാൾ പുണ്യമുള്ളതാണ് വിത്ർ നിസ്കാരം. അതായത് നമുക്ക് ളുഹർ, അസർ, മഗ്‌രിബ്, ഇശാഇനൊക്കെ ശേഷം മുമ്പുമായിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരങ്ങൾ ഉണ്ടല്ലോ, അതിനേക്കാളേറെ പുണ്യമുള്ള കൂലിയുള്ള നിസ്കാരമാണ് വിത്ർ നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൽ വിത്റു ഹഖ്കുൻ അലാ കുല്ലി മുസ്ലിമിൻ. വിത്ർ നിസ്കാരം എല്ലാ മുസ്ലിമിനും ബാധ്യതയാണ്. അപ്പൊ മുസ്ലിമായ എല്ലാവരുടെ മേലിലും വിത്ർ നിസ്കരിക്കണം എന്നാണ് പറഞ്ഞത്. എല്ലാവരും എന്താണ്? വിത്ർ നിസ്കരിക്കണം. നമ്മൾ മുസ്ലിമാണോ? അപ്പൊ നമ്മൾ എന്ത് നിസ്കരിക്കണം? വിത്ർ നിസ്കരിക്കണം. അപ്പൊ ഈ പാഠം പഠിച്ചു കഴിയുന്നതോട് കൂടെ വിദ്യാർത്ഥികൾ എല്ലാവരും എന്താവണം? വിത്ർ നിസ്കരിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. നമ്മൾ മുമ്പ് നിസ്കരിച്ചിട്ടുണ്ടാവും. റമദാൻ മാസത്തിലൊക്കെ നമ്മൾ തറാവീഹ് നിസ്കാരം കഴിഞ്ഞിട്ട് 3 റക്അത്ത് നിസ്കരിക്കുന്നവരുണ്ടാവും. വീട്ടിലൊക്കെ ജമാഅത്തായി നിസ്കരിക്കണ പെൺകുട്ടികള്, അതുപോലെ പള്ളിയിലൊക്കെ പോയി നിസ്കരിക്കണ ആൺകുട്ടികൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും അല്ലെ. നമ്മൾ 3 റക്അത്ത് നിസ്കാരം തറാവീഹ് 20 റക്അത്ത് കഴിഞ്ഞിട്ട് നിസ്കരിക്കലുണ്ടല്ലോ. അതാണ് വിത്ർ നിസ്കാരം. വിത്ർ നിസ്കാരത്തിന്റെ സമയമാണ് ഇനി അടുത്തത് പറയുന്നത്. വിത്റിന്റെ സമയം ഇശാ നിസ്കാരത്തിന്റെയും ഫജ്റിന്റെയും ഇടയിലാണ്. അഥവാ സുബഹി നിസ്കാരത്തിന്റെ മുമ്പും ഇശാ നിസ്കാരത്തിന്റെ ശേഷമാണ് എന്താവേണ്ടത്? വിത്ർ നിസ്കരിക്കേണ്ടത്. രാത്രിയിലെ അവസാന നിസ്കാരം വിത്ർ ആവലാണ് ഏറ്റവും നല്ലത്. അതായത് നമ്മൾ സുബഹിയുടെ മുമ്പ് നിസ്കരിക്കണ അവസാനത്തെ നിസ്കാരം വിത്ർ നിസ്കാരാവലാണ് ഏറ്റവും നല്ലത്. അപ്പൊ നമുക്ക് രാവിലെ സുബഹിക്ക് എണീറ്റ് നിസ്കരിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്താവണ്ട? ഇശാ നിസ്കരിച്ച ഉടനെ രാത്രി നിസ്കരിക്കണ്ട. സുബഹിക്ക് മുമ്പ് എന്തായാൽ മതി? നിസ്കരിച്ചാൽ മതി. ചുരുങ്ങിയത് 1 റക്അത്തും പൂർണ്ണമായത് 11 റക്അത്തുമാണ്. അപ്പൊ വിത്ർ നിസ്കാരം ഏറ്റവും ചുരുങ്ങിയത് 1 റക്അത്താണ്, കൂടിയാല് 11 റക്അത്താണ്. അപ്പൊ അതൊക്കെ നല്ലോണം പഠിക്കട്ടോ. അടുത്ത പോയിന്റ് നോക്കിയേ. പൂർണ്ണതയിൽ കുറഞ്ഞത് 3 റക്അത്താണ്. അവ പൂർണ്ണമായി നിസ്കരിക്കുന്നതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞത് എത്ര റക്അത്താണ്? 3 റക്അത്താണ്. അപ്പൊ ചുരുങ്ങിയത് നമ്മൾ വിത്ർ ഒരു ദിവസം പൂർണ്ണമായി നിസ്കരിക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് 3 റക്അത്തെങ്കിലും നിസ്കരിക്കണം. അതിൽ കൂടുതൽ നിസ്കരിക്കുന്നവർ ഈ 2 റക്അത്തുകളായി നിസ്കരിച്ച് 1 റക്അത്ത് കൊണ്ട് അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. അതായത് 3 റക്അത്താണ് നിസ്കരിക്കണമെന്നുണ്ടെങ്കിൽ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി പിന്നെ 1 റക്അത്ത് നിസ്കരിക്കുക. ഇനി 5 റക്അത്താണെന്നുണ്ടെങ്കിൽ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടുക, പിന്നെ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടുക, പിന്നെ അവസാനം 1 റക്അത്ത് നിസ്കരിക്കുക. അതേപോലെ ഇനി 11 റക്അത്താണെങ്കിൽ 2 2 2 2 അങ്ങനെ 5 വട്ടം 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടുക, അവസാനം 1 റക്അത്തായിട്ടും സലാം വീട്ടുക രൂപത്തിലാണ് നിസ്കരിക്കേണ്ടത്. ഇനി ഒന്നിലധികം നിസ്കരിക്കുമ്പോൾ അവസാന 3 റക്അത്തുകളിൽ ഫാത്തിഹയ്ക്ക് ശേഷം താഴെ പറയും വിധം സൂറത്തുകൾ ഓതൽ സുന്നത്താണ്. അപ്പൊ നമ്മൾ ഒന്നിൽ കൂടുതൽ എന്താവുന്നുണ്ട്? വിത്ർ നിസ്കരിക്കണം. വിത്ർ നിസ്കരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, എപ്പോഴും ഒറ്റയാക്കണം ട്ടോ. 1 3 5 ആ രൂപത്തിൽ വരണം. അത് ആദ്യം മനസ്സിലാക്കി വെക്കട്ടോ. അപ്പൊ നമ്മൾ നിസ്കരിക്കണം ഒന്നിൽ കൂടുതൽ റക്അത്താണ്. അപ്പൊ 3 റക്അത്ത് നമ്മൾ നിസ്കരിക്കണ്ടെങ്കിൽ അതിൽ നമ്മൾ ഫാത്തിഹയ്ക്ക് ശേഷം ഓതേണ്ട സൂറത്തുകളാണ് താഴെ കൊടുത്തിട്ടുള്ളത് ട്ടോ. ആ സൂറത്തുകൾ ഓതൽ എന്താണ്? സുന്നത്തുമാണ്. അപ്പൊ 1-ാം റക്അത്തിൽ ഓതേണ്ട സൂറത്ത് ഏതാണ്? സൂറത്തുൽ അഅല. അത് ഓതൽ എന്താണ്? സുന്നത്താണ്. 2-ാം റക്അത്തില് സൂറത്തുൽ കാഫിറൂൻ, അതായത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള സൂറത്ത് ട്ടോ. 3-ാം റക്അത്തിൽ ഓതേണ്ട സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസിൽ മുഅവ്വിദതൈനി, അതായത് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്നീ 3 സൂറത്തുകൾ ഓതൽ എന്താണ്? സുന്നത്താണ്. അപ്പൊ നമ്മൾ എപ്പോ നിസ്കരിക്കുമ്പോൾ അവസാനത്തെ 3 റക്അത്ത് വിത്ർ ഏതാണോ ആ 3 റക്അത്തിൽ ഈ രൂപത്തിലാണ് സൂറത്തുകൾ വരേണ്ടത് ട്ടോ. അവസാനത്തെ 1 റക്അത്തിലെ അഅല എന്നുള്ളതും 2-ാമത്തെ റക്അത്തില് കാഫിറൂൻ എന്നുള്ളതും അവസാനത്തെ റക്അത്തില് സൂറത്തുൽ ഇഖ്ലാസിൽ മുഅവ്വിദതൈനിയാണ് ഓതേണ്ടത് ട്ടോ. ഇനി അവസാന പോയിന്റ് നോക്കി. പതിവായി 1 റക്അത്ത് നിസ്കരിക്കൽ കറാഅത്താണ്. അപ്പൊ ഒറ്റ റക്അത്ത് മാത്രം എന്നും വിത്ർ നിസ്കരിച്ചാൽ എന്താണ്? കറാഅത്താണ്, അതായത് അത് നല്ലതല്ല. ഇനി നോക്കുക അടുത്ത പേജിൽ ഫസ്റ്റ് പാരഗ്രാഫ് ട്ടോ. വിത്ർ നിസ്കാര ശേഷം 3 പ്രാവശ്യം
സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്നെന്താവണം ചെല്ലണം. അഥവാ നമ്മൾ സലാം വീട്ടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷം 3 വട്ടം സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്നിങ്ങനെ 3 തവണ ചെല്ലട്ടോ. അതിനുശേഷം എന്ത് ചെയ്യണം? അല്ലാഹുമ്മ ഇന്നി അഊദു ബിരിളാക മിൻ സുഖ്തിക വബിമുആഫാതിക മിൻ ഉഖൂബതിക വബിക മിൻക ലാ ഉഅ്സിയ സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക എന്നും ചൊല്ലൽ സുന്നത്താണ്. അപ്പൊ ഇത് നിങ്ങൾ വേറെ ദിക്ർ ഇതേ രൂപത്തിൽ വേറെ ദിക്റൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ എന്താവും? അതൊക്കെ ചെല്ലട്ടോ. അതൊക്കെ ചെല്ലൽ എന്താണ്? സുന്നത്താണ്. ഇനി ലാസ്റ്റ് പോയിന്റ് ആണ്, വിത്തറിനെ കുറിച്ച് പറയുന്ന ഭാഗത്തുള്ള ലാസ്റ്റ് പോയിന്റ് ആണ്. റമളാനിൽ വിത്തർ ജമാഅത്തായി നിസ്കരിക്കലും റമളാൻ അവസാന പകുതിയിലെ വിത്തറിൽ കുനൂത്ത് ഓതലും സുന്നത്താകുന്നു. അപ്പൊ റമളാൻ മാസമാണ് ജമാഅത്തായി നിസ്കരിക്കൽ സുന്നത്തുള്ളത്. അതുപോലെ റമളാൻ മാസം കുനൂത്തിൽ അവസാന റക്അത്തിൽ പകുതി മുതൽ കുനൂത്ത് ഓതുമല്ലോ വിത്തർ നിസ്കാരത്തില്. അഥവാ റമളാനിലെ അവസാന പകുതിയിൽ അഥവാ റമളാൻ 15-ന് ശേഷം ഉള്ള വിത്തർ നിസ്കാരങ്ങളിലൊക്കെ എന്താവും? കുനൂത്ത് ഓതും അവസാന റക്അത്തില്. അപ്പൊ ഓർമ്മ ഉണ്ടാവും പള്ളിയിൽ പോണവർക്കും വിത്തർ മുമ്പ് നിസ്കരിച്ചവർക്കൊക്കെ. അപ്പൊ അങ്ങനൊക്കെ ചെയ്യൽ എന്താണ്? സുന്നത്താണ് കേട്ടോ. അഥവാ വിത്തറിൽ കുനൂത്ത് ഓതലും റമളാനിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കലൊക്കെ എന്താണ്? സുന്നത്താണ്. ഇനി നമ്മൾ തഹജ്ജുദ് നിസ്കാരത്തിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. നോക്കുക, തഹജ്ജുദ് നിസ്കാരം രാത്രി ഉറങ്ങിയുണർന്ന ശേഷമാണ് തഹജ്ജുദ് നിസ്കരിക്കേണ്ടത്. അപ്പൊ രാത്രിയിലാണ് നിസ്കരിക്കേണ്ടത്. എപ്പോഴാണ്? ഒന്ന് ഉറങ്ങി എണീറ്റിട്ടാണ് നിസ്കരിക്കേണ്ടത് കേട്ടോ. സാധാരണ രീതിയിലുള്ള 2 റക്അത്ത് നിസ്കാരമാണിത്. അഥവാ 2 റക്അത്ത് നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം എന്ന് പറഞ്ഞാല്. തഹജ്ജുദ് നിസ്കാരത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ തഹജ്ജുദ് ശീലമാക്കുക. അതായത് നിങ്ങൾ ഒന്ന് എന്തായിക്കോളി? തഹജ്ജുദ് നിസ്കരിച്ചോളി. കാരണം അത് മുൻഗാമികളുടെ ശീലങ്ങളിൽ പെട്ടതും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗവുമാണ്. അവ നമ്മളെ മുമ്പ് ജീവിച്ചു പോയ അമ്പിയാ മുസ്ലിങ്ങളൊക്കെ ദിവസം തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ട്. പോലെ മാരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിക്കോളി? ദിവസം തഹജ്ജുദ് നിസ്കരിച്ചോളി. നിങ്ങൾ അങ്ങനെ ദിവസം തഹജ്ജുദ് നിസ്കരിക്കുകയാണെങ്കിലേ അള്ളാഹുവിലേക്ക് എന്താവും? നമ്മള് അടുക്കും ട്ടോ. ഇനി അടുത്ത എന്താ പറയണേ? അതിന്റെ ശ്രേഷ്ഠതയില് പാപമോചനത്തിനുള്ള വഴിയും ദുഷ്പ്രവർത്തികളിൽ നിന്ന് മനുഷ്യനെ തടയുന്നതുമാണ്. അഥവാ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തുകൊണ്ടെങ്കിൽ അതൊക്കെ എന്താവും? തഹജ്ജുദ് നിസ്കരിച്ചാൽ പൊരുത്തപ്പെട്ടു തരും. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലേക്ക് എന്തെങ്കിലും ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിനെ തൊട്ടൊക്കെ നമ്മൾ എന്താവും ചെയ്യും? തടയും ചെയ്യും. നമ്മൾ എന്തെങ്കിലും ചീത്ത കാര്യം ചെയ്യാൻ നിൽക്കാണ്ടെങ്കിൽ അതിനൊക്കെ നമ്മളെ തടയും കേട്ടോ. അതുപോലെ തന്നെ ശരീരത്തെ രോഗങ്ങളിൽ നിന്ന് അത് സംരക്ഷിക്കുകയും ചെയ്യുന്നു. അഥവാ നമുക്ക് എന്തെങ്കിലുമൊക്കെ വലിയ രോഗങ്ങൾ വരാണ്ടെങ്കിൽ ഒക്കെ അതിനെ തൊട്ടൊക്കെ എന്താവും? നമ്മളെ സംരക്ഷിക്കും. ഇപ്പൊ നമ്മൾ ചില ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു രോഗമില്ലാതെ കാലങ്ങളായി എങ്ങനെ ജീവിച്ചിരുന്ന ആൾക്കാരല്ലേ. അപോലെ ജീവിത ഹിസ്റ്ററി നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്തായിട്ടുണ്ടാവും? തഹജ്ജുദൊക്കെ പതിവായി നിസ്കരിക്കുന്ന ആൾക്കാരെക്കാരം. അപ്പൊ ആ രൂപത്തിലേക്ക് നമ്മളൊക്കെ എന്താവുക? മാറുക. അപ്പൊ നബി പറഞ്ഞതാണ് തഹജ്ജുദ് നിസ്കരിച്ചവർക്ക് ഇത്രയും പ്രതിഫലം ശ്രേഷ്ഠത ഒക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മളും ഇന്ന് മുതൽ ഈ ക്ലാസ് കേട്ടത് മുതൽ നമ്മൾ എന്താവുക? നമ്മുടെ ജീവിതത്തിലെ തഹജ്ജുദ് പതിവാക്കി നിസ്കരിക്കുക. എന്തായാലും മദർസ്കോൻ രാവിലെ നീച്ചണം. സുബി നിസ്കരിച്ചാൽ നേരത്തെ നീച്ചണം. അപ്പൊ സുബി ബാങ്കിന്റെ ഒരു 10-15 മിനിറ്റ് മുമ്പ് നീച്ച് നിസ്കരിച്ച് ബ്രഷ് ഒക്കെ ചെയ്ത് ടോയ്ലറ്റിലൊക്കെ പോയി വൃത്തിയായിട്ടൊക്കെ വുളൂ ചെയ്ത് എന്താവുക? 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുക. നല്ല മാറ്റം സന്തോഷമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും കേട്ടോ. ഇനി നോക്കി അടുത്ത എന്താ പറയണേ? തഹജ്ജുദിന്റെ റക്അത്തുകൾക്ക് പരിധിയില്ല. അപ്പൊ വിത്തർ നമ്മൾ പറഞ്ഞിരുന്നു 1 റക്അത്ത് മുതൽ 11 റക്അത്ത് വരെ പറ്റുകയെന്നുള്ളത് അല്ലെ. ചുരുങ്ങിയത് ഒന്നും കൂടിയത് 11ആണെന്ന്. തഹജ്ജുദ് അങ്ങനല്ല. തഹജ്ജുദ് 2 റക്അത്താണ് ചുരുങ്ങിയത്. കൂടിയത് എത്രയാവാം? എത്രയാന്നുള്ളത് എന്തില്ല? ഒരു പരിധി ഇല്ല. എത്ര നിസ്കരിച്ചട്ടോ. ഈ 2 റക്അത്തുകളായി എത്രയും നിസ്കരിക്കാം. അപ്പൊ നമുക്ക് എത്രയും നിസ്കരിക്കാം. റക്അത്തുകൾ കൂടുന്നതിനേക്കാൾ ഉത്തമം നൃത്തം ദീർഘിക്കലാണ്. അതായത് എന്താവുക? പെട്ടെന്ന് ഫാത്തിഹ ഓതിയിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് പറഞ്ഞങ്ങാണ്ട് പെട്ടെന്ന് 2 റക്അത്ത് നിസ്കരിക്കാതെ സാവകാശം ഫാത്തിഹ ഒക്കെ ഓതിയിട്ട് കുറച്ച് നമുക്കറിയണ കുറച്ച് വലിയ സൂറത്തൊക്കെ ഓതിയിട്ട് അങ്ങനെ ദീർഘിപ്പിച്ച് നിസ്കരിക്കുകയാണ് ഏറ്റവും നല്ലത്. സ്വന്തമായി തഹജ്ജുദ് ശീലിക്കുന്നതോടൊപ്പം കുടുംബത്തെയും ഇതിന് പ്രേരിപ്പിക്കണമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താവും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ തഹജ്ജുദ് നിത്യമായിട്ട് നിസ്കരിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ മാതാപിതാക്കളെയും കൂടെ എന്താവുക? വിളിച്ചമ്മാനോട് പറയുമ്പോ അങ്ങനെ തഹജ്ജുദ് നിസ്കരിച്ചാൻ പറഞ്ഞുകൂടാ. അപ്പൊ ഇങ്ങനെ തഹജ്ജുദ് നിസ്കരിച്ച കൂലിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഉമ്മാനെ എന്താവുക? നിസ്കരിപ്പിക്കാനൊക്കെ നോക്കട്ടോ. നാഥൻ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കട്ടോ. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ബയ്യിൻ, വ്യക്തമാക്കാനാണ്. വിത്തർ നിസ്കാരത്തിന് ഏറ്റവും അനുയോജ്യമായ സമയം എപ്പോഴാണെന്നാണ് ചോദ്യം. എപ്പോഴാണ്? വിത്തറിന്റെ സമയം ഇശാ നിസ്കാരത്തിന്റെയും ഫജ്റിന്റെയും ഇടയിലാണല്ലോ അല്ലേ. അതിലെ ഏറ്റവും അനുയോജ്യമായ സമയം എപ്പോഴാണ്? രാത്രിയിലെ
അവസാന നിസ്കാരം വിത്രാവലാണ് ഏറ്റവും നല്ലത്. അതിന്റെ ഉത്തരം എന്താ ഇപ്പൊ വരിക? രാത്രിയിലെ അവസാന സമയം ട്ടോ നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് ട്ടോ വിത്തറ്. അടുത്ത ചോദ്യം എന്താണ്? വിത്തറ് നിസ്കാരത്തിന്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം എത്രയാണ് എന്നുള്ളത്. എത്രയാണ്? ഒരു റക്കാത്തല്ലേ? ചുരുങ്ങിയത് ഒരു റക്കാത്ത് എന്നല്ല പറഞ്ഞത്. അപ്പൊ എത്രയാണ്? ഒരു റക്കാത്ത് ട്ടോ. ഇനി മൂന്നാമത്തെ ചോദ്യാണ്, വിത്തറ് ഒന്നിലധികം നിസ്കരിക്കുമ്പോൾ അവസാനത്തെ 3 റക്കാത്തുകളിൽ ഓതേണ്ട സൂറത്തുകൾ ഏതൊക്കെയാണെന്നുള്ളത്. നമ്മൾ പറഞ്ഞു ഒന്നിൽ കൂടുതൽ നിസ്കരിക്കുകയാണെങ്കിൽ അവസാനത്തെ 3 റക്കാത്തിൽ ഓതേണ്ട സൂറത്തുകൾ ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തെ റക്കാത്തില് സൂറത്തുൽ അഅല, രണ്ടാം റക്കാത്തില് സൂറത്തുൽ കാഫിറൂനും, മൂന്നാം റക്കാത്തില് സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദത്തൈനിയാണ് ഓതേണ്ടതെന്ന് നമ്മുടെ പുസ്തകത്തിൽ നമ്മൾ പാഠത്തില് ഒരു ബോക്സിൽ പഠിച്ചില്ലേ? അതന്നെയാണ് ട്ടോ അതിന്റെ ഉത്തരം. അടുത്ത ചോദ്യാണ്, പതിവായി ഒരു റക്അത്ത് വിത്ർ നിസ്കരിക്കുന്നതിന്റെ വിധി എന്താണ്? എന്താണ്? കറാഹത്താണ്. തഹജ്ജുദ് നിസ്കാരത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാന്ന് എഴുതാനാണ് അവസാനത്തെ ക്വസ്റ്റ്യൻ അല്ലെ? എന്തൊക്കെയാണ് തഹജ്ജുദ് നിസ്കാരത്തിന്റെ ഗുണങ്ങള്? ആ, നിങ്ങൾ തഹജ്ജുദ് ശീലമാക്കുക എന്ന് നബി പറഞ്ഞില്ലേ? എന്തൊക്കെയാണ്? അള്ളാഹുവിലേക്ക് അടുക്കുക, അതുപോലെ പാപമോചനത്തിനുള്ള വഴി എന്താവും? നമുക്ക് നൽകപ്പെടും. ദുഷ്പ്രവർത്തികളിൽ നിന്ന് മനുഷ്യനെ തടയും, അവ നമ്മളെ ചീത്ത ചിന്തകളിൽ നിന്നൊക്കെ നമ്മളെന്താവും? തടയും. അതുപോലെ നമ്മുടെ ശരീരത്തെ രോഗങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. അടുത്ത ചോദ്യമാണ് അല്ലെ, ശരിയും തെറ്റും അടയാളപ്പെടുത്താനാണ് അടുത്ത ചോദ്യം കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിത്തർ നിസ്കാരം എല്ലാ മുസ്ലിമിനും ബാധ്യതയാണ്, ശരിയല്ലേ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് പറഞ്ഞിട്ടുള്ള പാഠഭാഗത്തില് ഹഖ്ഖുൽ മുസ്ലിമി അൽ വിത്റു ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിം എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ശരിയാട്ടോ. രണ്ടാമത്തെ എന്താണ്? തഹജ്ജുദ് നിസ്കാരം ഇശാഇന് ശേഷമാണ് നിർവഹിക്കേണ്ടത്, ശരിയോ തെറ്റോ? തെറ്റല്ലേ? എങ്ങനെ നിസ്കരിക്കേണ്ടത്? രാത്രി ഉറങ്ങി ഉണർന്ന ശേഷമാണ് തഹജ്ജുദ് നിസ്കരിക്കേണ്ടത് എന്നല്ല പറഞ്ഞത്. അപ്പൊ ഒന്ന് ഉറങ്ങി നീച്ചിട്ടാണ് നിസ്കരിക്കേണ്ടത് തഹജ്ജുദ് കേട്ടോ. മൂന്നാമത്തെ എന്താണ്? വിത്ർ നിസ്കാരത്തിന് ശേഷം സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് 3 പ്രാവശ്യം ചൊല്ലൽ സുന്നത്താണ്. അതിന്റെ ഉത്തരം എന്താണ്? ശരിയാണ് ട്ടോ. നാലാമത്തെ എന്താണ്? തഹജ്ജുദിന്റെ റക്അത്തുകൾക്ക് പരിധിയില്ല, ശരിയല്ലേ? പരിധി ഉണ്ട് തഹജ്ജുദിന്റെ റക്അത്തുകൾക്ക്? ഇല്ലല്ലോ, ഇല്ല. അഞ്ചാമത്തത്, റമദാനിൽ വിത്ർ നിസ്കാരം ജമാഅത്തായി നിർവഹിക്കൽ സുന്നത്തില്ല, തെറ്റോ ശരിയോ? തെറ്റല്ലേ? തെറ്റാണ്. നമ്മളെന്താ പഠിച്ചേ? റമദാൻ മാസത്തിൽ വിത്ർ നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കല് സുന്നത്താണ്. അപ്പൊ അവിടെ പറഞ്ഞത് തെറ്റല്ലേ? അപ്പൊ തെറ്റിട്ട് കൊടുക്കട്ടോ. ഇനി അടുത്ത ചോദ്യാണ് കമ്മിൽ, അതായത് പൂരിപ്പിക്കാന്. ഒന്നാമത്തെ എന്താണ്? വിത്ർ നിസ്കാരത്തിന്റെ പൂർണ്ണമായ എണ്ണം എത്ര റക്അത്താണ്? എത്ര റക്അത്താണ് ഏറ്റവും കൂടുതലുള്ളത്? 11 ട്ടോ. പിന്നെ അടുത്തത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക മിൻ സുഖ്തിക. എന്താണ്? ബാക്കി പുസ്തകത്തിൽ നോക്കിയാൽ കാണാലോ, മുആഫാതിക മിൻ ഉഖൂബതിക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോണ ദിക്ർ എന്താവോ പഠിക്കട്ടോ. അതുപോലെ മൂന്നാമത്തെ എന്താണ്? സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്. അപ്പൊ അത് 3 എന്താവോ പഠിക്കട്ടെ പൂരിപ്പിക്കാനൊക്കെ. അടുത്തത് എന്താണ്? അന്നശാത്തു തത്ബീക്കി. ചോദ്യം കൊടുത്തുകൊണ്ടല്ലോ, അവിടെ എന്താണ്? ഗ്രൂപ്പ് ചർച്ചയാണ്, നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യേണ്ടതാണ്. തഹജ്ജുദ് ശീലിക്കുന്നതിലൂടെ ഒരാൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാന്നുള്ളത് അല്ലെ നമ്മൾ പാഠഭാഗത്തിൽ കുറച്ചൊക്കെ പറഞ്ഞു. അവ രോഗങ്ങളെ തൊട്ട് ശരീരത്തെ സംരക്ഷിക്കും, ദുശ്ചിന്തകളെ തൊട്ട് നമ്മൾ മനുഷ്യനെന്താവും? തടയും, ചീത്ത പ്രവർത്തനങ്ങളെ തൊട്ട്. അതുപോലെ നമ്മൾ തഹജ്ജുദ് നിസ്കരിച്ചാൽ പതിവാക്കിയാൽ പാപമോചനം കിട്ടും, അതുപോലെ അള്ളാഹുവിലേക്ക് അടുക്കുന്നൊക്കെ. അതുപോലെ ഒരുപാട് പ്രതിഫലങ്ങളുണ്ട്. നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ ഒരുപാട് പ്രതിഫലങ്ങൾ കിട്ടും ട്ടോ. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് എന്താവുക? പഠിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളായ മക്കളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.